മലയാളികൾ ഇന്നും ഞെട്ടലോടെ ഓർക്കുന്ന സംഭവമാണ് ഉത്ര കൊലക്കേസ്. ഒരു പാമ്പിനെ ഉപയോഗിച്ച് സ്വന്തം ഭാര്യയെ വകവരുത്തിയ ഒരു യുവാവ്. ഈ കേസ് എങ്ങനെയാണ് തെളിഞ്ഞത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന യുവതി പാമ്പ് കടിയേറ്റ് മരിച്ചു എന്ന വാർത്ത ആശങ്കയോടെയാണ് കേരളം കണ്ടത്. അപൂർവങ്ങളിൽ അപൂർവമായ മരണമാണ് ഇപ്പോൾ കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. കൊല്ലം അഞ്ചൽ ഏറം വെള്ളശ്ശേരിയിൽ വീട്ടിൽ ഉത്രയെയാണ് ദാരുണമായി അന്ന് കൊലപ്പെടുത്തിയത്. 25 വയസ്സ് മാത്രമായിരുന്നു ആ പെൺകുട്ടിയുടെ പ്രായം. തന്റെ ജീവിതത്തിലെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വാവ സുരേഷ് ഏറ്റവും എടുത്തു പറയുന്ന ഒരു സംഭവം തന്നെയാണ് ഉത്ര കൊലക്കേസ്. കാരണം ഈ ഉത്ര കൊലക്കേസിൽ ഏക സാക്ഷി എന്ന് പറയുന്നത് വാവ സുരേഷാണ്. അല്ലാതെ ഇതിൽ വേറെ തെളിവുകളോ ദൃക്സാക്ഷികളോ ഒന്നുമില്ല. ഈ കൊലപാതകത്തെക്കുറിച്ച് പോലീസ് കണ്ടെത്തുന്നതും മുന്നോട്ട് പോകുന്നതും എല്ലാം വാവ സുരേഷിന്റെ സംസാരത്തിലൂടെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം വന്ന് ഈ വീടും ഈ കാര്യങ്ങളും എല്ലാം കണ്ട് അദ്ദേഹത്തിന്റെ മൊഴിയിലൂടെയാണ്. 5 മാസത്തെ ആസൂത്രണത്തിനൊടുവിലായിരുന്നു ഈ കൊലപാതകം അന്ന് നടത്തിയത്. കൊല്ലം കല്ലുമാതുക്കൽ സ്വദേശി സുരേഷാണ് 2 തവണയും സൂരജിന് പാമ്പിന് നൽകിയത്. ഉത്രയെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി മറ്റൊരു ജീവിതം സൂരജ് ലക്ഷ്യമിട്ടിരുന്നതായിട്ടാണ് വിവരം. ഇതിനുവേണ്ടി ഫെബ്രുവരി 26-നാണ് ആദ്യമായി സുരേഷിൽ നിന്നും പാമ്പിനെ വാങ്ങുന്നത്. അണയിലെ വാങ്ങി അടൂരിലെ വീട്ടിൽ പ്ലാസ്റ്റിക് കുപ്പിയിൽ സൂക്ഷിച്ച് മാർച്ച് 2-നായിരുന്നു ആദ്യ കൊലപാതക ശ്രമം. രാത്രിയിലാണ് വീടിന് പുറത്ത് വെച്ച് ഉത്രയ്ക്ക് കടിയേറ്റത്. എന്നാൽ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയിൽ ഉത്ര അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ഏപ്രിൽ 24-ന് വീണ്ടും കരിമൂർഖനെ വാങ്ങി. അടൂരിലെ വീട്ടിൽ സൂക്ഷിച്ച മൂർഖനുമായി മെയ് 6-ന് വൈകിട്ട് സൂരജ് അഞ്ചലിലെ ഉത്രയുടെ വീട്ടിലെത്തി. വലിയ ബാഗിൽ പ്ലാസ്റ്റിക് കുപ്പിയിൽ സൂക്ഷിച്ചായിരുന്നു പാമ്പിനെ എത്തിച്ചത്. മെയ് 6-ന് പുലർച്ചെ 2:30-യോടെ പാമ്പിനെ പുറത്തെടുത്തു. പാമ്പിനെ കൈകാര്യം ചെയ്ത് പരിചയമുള്ള സൂരജ് ഇതിനെ ഉത്രയുടെ കാലിന് സമീപത്തേക്ക് വലിച്ചെറിഞ്ഞു. കടിച്ചെന്ന് ഉറപ്പിച്ച ശേഷം പാമ്പിനെ ആട്ടിയകറ്റുകയായിരുന്നു. ഉത്രയുടെ മരണത്തെക്കുറിച്ചും പാമ്പുകളെ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നതിലെ അപകടത്തെപ്പറ്റിയും പാമ്പ് വിദഗ്ധൻ വാവ സുരേഷ് അന്ന് പറഞ്ഞിരുന്നു. ഉറക്കത്തിൽ കൊതുക് കടിച്ചാൽ പോലും നമുക്കറിയാം, പാമ്പ് കടിച്ചാൽ അസഹ്യമായ വേദനയുണ്ടാവുകയും കടിയേറ്റയാൾ ഞെട്ടി ഉണരുകയും ചെയ്യും. നിരവധി ആളുകൾ ഉത്രയുടെ മരണം നടന്ന ദിവസം തന്നെ സംശയം ചോദിച്ച് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അവരോടെല്ലാം അന്നേ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. പാമ്പുകടിയേറ്റാൽ 100% ആളുകൾ അറിയാറുണ്ട്. വീര്യമുള്ള മരുന്നുകൾ ഏതെങ്കിലും കഴിച്ചാൽ മാത്രമേ ചിലപ്പോൾ വേദന അറിയാതിരിക്കാൻ സാധ്യതയുള്ളൂ. മുന്നൊരുക്കങ്ങളെല്ലാം കൃത്യമായി നടത്തിയതിനാലാണ് ഈ സൂരജിന് നേരെ പാമ്പ് തിരിയാത്തത്. ഉത്രയുടെ നേരെ വലിച്ചെറിഞ്ഞ പാമ്പ് കടിച്ച ശേഷം അതിനെ ആട്ടിയകറ്റിയെന്നാണ് സൂരജ് അന്ന് മൊഴി നൽകിയത്. കരിമൂർഖനും മൂർഖനും 2 സാധാരണ മൂർഖൻ പാമ്പാണ് ഉത്രയെ കടിച്ചത്, കരിമൂർഖനല്ല. കറുത്ത നിറമാണ് കരിമൂർഖന്റെ പ്രത്യേകത. കരിമൂർഖൻ കേരളത്തിലില്ല. അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ സംഭവം. വർഷങ്ങൾക്ക് മുൻപ് രാജസ്ഥാനിൽ കാളവണ്ടിക്കാരനെയും 2 കാളകളെയും പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊന്നതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ടാണിത്. ഈ കേസിൽ കൃത്യമായ നടപടി ഉണ്ടാവണം. പാമ്പുപിടുത്ത മേഖലയിൽ നിൽക്കുന്ന തങ്ങളെപ്പോലുള്ളവർക്ക് പേരുണ്ടാക്കുന്ന സംഭവമാണിതെന്നും അന്ന് വാവ സുരേഷ് പറഞ്ഞിരുന്നു. പറഞ്ഞിട്ടുള്ളത് അതെനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റുന്നത്. ഞാനിപ്പം എൻ്റെ 13 വയസ്സിൽ തുടങ്ങിയ യാത്രയാണ്. 39 വർഷമായി ഞാൻ വനം വകുപ്പിനെയും പാമ്പുകളെയും നാട്ടുകാരെയും സേവിക്കാൻ തുടങ്ങി. 238 രാജവെമ്പല പിടികൂടിയിൽ വനം വകുപ്പ് എനിക്ക് 2-3 രാജവെമ്പലിൻ്റെ വണ്ടിക്കൂലി മാത്രമേ തന്നിട്ട് ബാക്കിയൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. എൻ്റെ പൈസ കൊടുത്താണ് ഞാൻ പോയി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് അവരിപ്പോൾ എനിക്ക് കഴിഞ്ഞ മാസം 6-ാം തീയതി 7-ാം തീയതി ഒരു അവാർഡ് വന്നായിരുന്നു. അത് നമ്മൾ 2015 ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പാമ്പ് കടിയുടെ എണ്ണം കൂടുന്നു, പാമ്പ് കടിയിട്ട് മരണം കൂടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ സൂപ്രണ്ട് എന്നെ വിളിച്ച് സുരേഷ് അവിടെ ക്ലാസ് എടുക്കണം. ഞാൻ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർമാർക്ക് നഴ്സുമാർക്കൊക്കെ ക്ലാസ് എടുത്ത് കഴിഞ്ഞ് ഞാനിങ്ങി പോന്നു. വന്നപ്പോൾ എന്നെ അവിടുത്തെ സൂപ്രണ്ട് വിളിച്ചു. സുരേഷ് ഇപ്പോൾ 2 വണ്ടി ജീപ്പ് ഫോറസ്റ്റുകാർ വന്നിരുന്നു എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ അന്ന് പെട്ടെന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ലൈറ്റ് പോയി, കറണ്ട് പോയി. അപ്പോൾ ഞാൻ ഈ മൈക്കിൻ്റെ അടുത്ത് പാമ്പിനെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. മൈക്കിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ ഇങ്ങനെ ഊതും. അപ്പോൾ പാമ്പ് ചീറ്റുമ്പോൾ ഞാൻ അതിനെ പാമ്പിനെ ഇങ്ങനെ കൈ കൊണ്ട് അഡ്ജസ്റ്റ് പിടിച്ചു. അപ്പോൾ ഞാൻ പറയും പോലെ പാമ്പിന് തോന്നും. ഈ പാമ്പ് എന്ത് പറയുന്നു അത് ഞാൻ ഇവർക്ക് സംസ്കൃതി പറഞ്ഞു കൊടുക്കും. ചുമ്മയാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഒരു തമാശ കൊണ്ടുപോയി. അപ്പോൾ അത് കണ്ടിട്ട് പത്രത്തിൽ വന്ന് കറണ്ട് പോയപ്പോൾ വാവ സുരേഷ് പാമ്പുമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു. അപ്പോൾ അന്ന് അത് പ്രശ്നമില്ലാതെ ഇപ്പം 2024 എൻ്റെ പേരിൽ കേസ് ചാർജ് ചെയ്ത് 3 സമൻസ് അയച്ചു. അത് അറസ്റ്റ് വാറണ്ടാക്കി. 2026 7-ാം മാസം എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അറസ്റ്റ് വാറണ്ടാക്കി. ഞാൻ കോഴിക്കോട് താമരശ്ശേരി മെഡിക്കൽ കോളേജ് താമരശ്ശേരി കോടതിയിൽ പോയി ജാമ്യം എടുത്ത് വന്നിട്ടുള്ളത്. അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്ത ഒരു അവാർഡ്, ഏറ്റവും വലിയ അവാർഡാണ്. ഇപ്പം നമുക്കറിയാം, 1 രൂപ പോലും മേടിച്ചിട്ടല്ല ചേട്ടൻ ഇത് ചെയ്യുന്ന, ഒരു സർവീസ് ആയിട്ട് നമ്മുടെ നാടിനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത്രയൊക്കെ നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യുമ്പോഴും ചേട്ടൻ ഏറ്റവും വിഷമിപ്പിച്ച ഒരു ഇൻസിഡന്റ് ഏതായിരിക്കും?
ഇതല്ലാതെ ഒരുപാടുണ്ട് എന്നാലും ഇപ്പോഴും എനിക്ക് ഷേക്ക് ഹാൻഡ് തരാത്ത ആൾക്കാരുണ്ട്. പറഞ്ഞ ഷേക്ക് ഹാൻഡ് തരാത്ത ഷേക്ക് ഹാൻഡ് എൻ്റെ ഷേക്ക് ഹാൻഡ് ഇങ്ങനെ തരാൻ വരുമ്പോൾ കൈ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു, പെട്ടെന്ന് കൈ വലിക്കുന്ന. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 4 ദിവസങ്ങൾക്ക് മുന്നേ ഉണ്ടായി. അയ്യോ, ഇപ്പോൾ 4 ദിവസമല്ല, ഇപ്പോൾ 4 ദിവസം, ഇപ്പോൾ ഒരാഴ്ച മുന്നേ അനിയത്തി കിടന്ന സമയത്ത് മെഡിക്കലിൽ വെച്ച് ഒരാൾ ഓടി വന്നു. കണ്ണൂരെ കോഴിക്കോടുള്ളതാണ്. ഓടി വന്ന് ഇങ്ങനെ കൈ കൊണ്ട് തരാൻ വന്നിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു പുള്ളി പെട്ടെന്ന് കൈ വലിച്ചിട്ട് തിരിച്ചു പോയി എന്നുള്ള. അല്ല, എനിക്ക് തോന്നുന്നത് ഈ പാടാ കാണുമ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും അസുഖം, ഇത് പാമ്പ് കടിയേറ്റതെന്ന് എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ, അല്ലെങ്കിൽ എന്നെ അറിയാമെന്നുള്ളവർക്കല്ലേ അറിയാം. ഇത് പാമ്പ് കടിയിട്ടാണ് ഇത് കയറിയെന്നുള്ളത്. ഇത് പക്ഷേ പാമ്പ് എല്ലാവരും നോക്കുമ്പോൾ ഇതല്ല, ഈ വെള്ളപ്പാട് ഇനി പാമ്പിനെ പിടിക്കുന്നുണ്ടോ അല്ല ആയിരിക്കുമോ ഇങ്ങനെയുണ്ടോ. ഇത് പക്ഷേ പടക്കം പൊട്ടിയിട്ടാണ് ഇങ്ങനെ. മറ്റേ ഇവർ ആയിരിക്കും ഇനി പാമ്പിനെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ ഒക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഞാൻ മറ്റേത് വായിച്ചിട്ടുണ്ട്, എവിടെയോ ചെന്ന് വെള്ളം. അത് ഞാൻ പറയാൻ വരുന്നത് അത് നമ്മൾ എന്താ പറയുക, ഈ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് ബാലാപുരത്തിനപ്പുറം നെയ്യാറ്റിൻകരയ്ക്ക് ഇപ്പുറത്തൊരു വീട്ടിൽ ചെന്ന് ഒരു കോളേജ് അധ്യാപിക പ്രിൻസിപ്പളാണ്, റിട്ടയർഡ് ആയി കേട്ടോ അവർ. അത് കുറച്ച് നാളായി. അപ്പോൾ ഞാനൊരു വലിയ മതിലൊക്കെ പിടിച്ച് പാമ്പിനെ പിടിച്ച് കഴിഞ്ഞിട്ട് അതെനിക്ക് വിഷമമായിട്ട് തോന്നിയിട്ടില്ല. ചില സമയത്ത് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വിഷമം, ആൾക്കാരിങ്ങനെ ചിലപ്പോൾ തോന്നും. അപ്പോൾ ഞാൻ ഇങ്ങനെ വെള്ളം മതിലൊക്കെ പിടിച്ച് ക്ഷീണിച്ച് ഒരു 3 മണിക്കൂർ എടുത്തു. അപ്പോൾ ഞാൻ സാറിന് ഒരു വീട്ടിലും പോയി വെള്ളം, ഇപ്പോൾ ഞാൻ എൻ്റെ ബാഗിനകത്ത് ഞാൻ ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഞാൻ പരമാവധി പറ്റുമെങ്കിൽ ആ ഗ്ലാസ്സിലാണ് എല്ലായിടത്തും വെള്ളം വാങ്ങി കുടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവർ വെള്ളം ചോദിച്ചപ്പോൾ അവർ നമ്മൾ കുടിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോയി വെളിയിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് കിച്ചണിൽ കൂടെ ബറയിൽ കൂടെ കൊണ്ട്, അപ്പോൾ ഒരു ഔട്ടിൽ പുറത്തുള്ള ബാത്റൂമിൻ്റെ അവിടെ ഒരു മഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ജോലിക്കാരനത് അറിയാം, ജോലിക്കാരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളിക്കാരത്തെ അതിൽ കുടിക്കാൻ വെള്ളം കൊണ്ടുവന്നു, നമ്മൾ കുടിക്കാനാണെന്ന് ചോദിച്ചു പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു കുടിക്കല്ലേ, തട്ടിക്കളഞ്ഞു, അത് ബാത്റൂമിൽ വയ്ക്കണം. അപ്പോൾ എനിക്ക് വിഷമമൊന്നും തോന്നില്ല. ഞാൻ പിന്നെ വെള്ളം കുടിച്ചില്ല. ഞാൻ പിന്നെ അവിടെ തിരിച്ച് റോഡിൽ വന്ന് വെള്ളം വാങ്ങി കുടിച്ചു. അപ്പോൾ അതിലൊരു പ്രത്യേകതയുള്ളത്, എനിക്ക് നമ്മുടെ മീഡിയയിൽ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്കൊരു അപേക്ഷയുള്ള, താഴ്മയായിട്ടൊരു അപേക്ഷയുള്ള, ഒരു കാരണവശാലും അതിൽ ജാതി ചിന്ത ഉണ്ടാവരുത്. അത് ഒരിക്കലും ഒരു അമ്പലവാസിയോ അല്ലെങ്കിൽ ഒരു പൂജാരിയോ നായർ സമുദായപ്പെട്ട ഒരാളോ അല്ല. എനിക്ക് ഈ പറഞ്ഞ ഏതോ ഒരു മീഡിയ പറഞ്ഞപ്പോൾ അതിന് ഒരുപാട് മോശം കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അതൊരു പള്ളിയിൽ പോകുന്നൊരു അമ്മയായിരുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ജാതിപരമായിട്ട് ഒരിക്കലും അതിൻ്റെ അടിയിൽ കമൻസ് ഇട്ടത് മോശമായിപ്പോയി. സാധാരണ ഒരു അമ്മയായിരുന്നു എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. സാധാരണ ഒരു അമ്മയാണ്, വലിയ ഇതൊന്നുമല്ല. എൻ്റെ അടുത്ത് കൊട്ടാരത്തിലെ തമ്പുരാട്ടി പോലും എൻ്റെ അടുത്തൊരു അകൽച്ച കാണിച്ചിട്ടില്ല, ഒരാളും എൻ്റെ അടുത്ത് അകലാണ്. പിന്നെ ഇത് ഇവരെ മനസ്സിലുള്ള ഉണ്ടായിക്കോട്ടെ, നമുക്ക് പ്രശ്നമുള്ളതല്ല. അപ്പോൾ ചില സമയത്ത് നമ്മളിതൊക്കെ ആലോചിക്കും, നമ്മൾ ഇത്രയും കിടന്ന് മരിച്ചിട്ട് ആളുകൾ നമ്മളിങ്ങനെയാണല്ലോ കാണുന്നതെന്ന് ആലോചിക്കും. അപ്പോഴും ഞാൻ മറ്റു വശം ചിന്തിക്കും, നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ ഒത്തിരി. അതാണ് ഞാൻ പറയുന്നത്. ഒരു പ്രതീക്ഷ ഇപ്പം തന്നെ അറിയാലോ. ഞാനിപ്പോൾ 1-2 എൻ്റെ അച്ഛന് തൊണ്ടയിൽ ക്യാൻസറായിട്ടാണ് മരണപ്പെട്ടത്. ഇപ്പോൾ ഞാനൊരു 3-3.5 കോടി രൂപ ചാരിറ്റി ചെയ്ത ഒരാളാണ്. വിഷ്ണു എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചുമോന് ബോൺ ക്യാൻസർ വന്ന സമയത്ത് ഞാൻ 14 ദിവസം കൊണ്ട് ഞാൻ 80 ലക്ഷം രൂപ കളക്ട് ചെയ്തു. ആദ്യത്തെ എൻ്റെ കളക്ഷൻ അതാണ്. ആ 14 ലക്ഷം രൂപ, അപ്പോൾ 80 ലക്ഷം രൂപ 14 ദിവസം കൊണ്ട് ഞാൻ കളക്ട് കൊടുത്തു. അത് പിന്നെ അങ്ങോട്ട് വീട് വെച്ച് കൊടുത്തു. ഇങ്ങനെ ഒരുപാട് ദിവസം ഇപ്പോൾ എനിക്ക് ആവശ്യം വന്നപ്പോൾ ഞാൻ പലരിൽ നിന്ന് വാങ്ങിയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചാരിറ്റി കഴിഞ്ഞ വർഷം വരെയും ചെയ്തു. കഴിഞ്ഞ വർഷത്തിൽ ഞാൻ സ്കൂൾ കുട്ടികൾക്ക് 280 കുട്ടികൾക്ക് ബാഗ്, ബുക്ക്, കുട എല്ലാം വാങ്ങി കഴിഞ്ഞ വർഷം ചെയ്തു. പക്ഷേ ഇപ്പം എനിക്ക് വന്നപ്പോൾ ഇപ്പോൾ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷമായി. തൊണ്ടയിൽ ക്യാൻസറായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ എന്താ പറയുക പരിപാടികൾ ഒക്കെ ഞാൻ ഇപ്പോൾ അധികം പബ്ലിക് പ്രോഗ്രാമിന് പോകാറില്ല. കാരണം പ്രോഗ്രാമിൽ പോകുന്ന ചില അവാർഡ് ഫംഗ്ഷനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ വേദിയിൽ പോയിരിക്കണം. വേദിയിൽ പോയിരുന്നിട്ട് ഒരു ഷോളും തരും, ഒരു ചെറിയ മെമൻറ്റും തരും. ഈ 3 മണിക്കൂർ പോയി, ഈ 3 മണിക്കൂറിൻ്റെ എനിക്ക് 10 കോളുകൾ പോകാൻ പറ്റും. 10 കോൾ 100 രൂപ വെച്ചാലും 200 രൂപ വെച്ചാലും എൻ്റെ അന്നത്തെ കാര്യങ്ങൾ നടക്കുക. എൻ്റെ ഒരു വണ്ടിയിലായിരിക്കും വന്നത്. വണ്ടി പിടിച്ച് 3 മണിക്കൂർ അവിടെ കൊണ്ടിട്ടിട്ടായിരിക്കും ഞാൻ ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ 90% പേര് ഈ അവാർഡെന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഈ വെറും നമ്മളെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് ചെറിയ ഈ സാധനം തന്നിട്ട്. എൻ്റെ റൂമിൽ മൊത്തം അതാണ്. എൻ്റെ റൂം മുഴുവൻ ഈ സാധനം കൊണ്ട് മൂടിക്കിടക്കുക. അവാർഡ് പിന്നെ അവാർഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വർഷം 2022 പത്മശ്രീ ഉണ്ടായിരുന്നു കേട്ടോ. പത്മശ്രീ പ്രഖ്യാപിച്ചായിരുന്നു, പക്ഷേ അത് ആണുങ്ങൾക്ക് കൊടുത്തു എന്നുള്ളതാണ്.